പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായമായ ചിത്രരചന എത്ര രസകരം എന്ന ഈ ഭാഗമാണ്. ഇതിൻ്റെ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ചിത്രരചനയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇത്. നമ്മൾ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, നമുക്ക് കിട്ടുന്ന ആശയങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കുട്ടികളുടെ കലാവാസന വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഇത് സഹായകമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ടൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു കളർ പെയിൻറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ആ കളർ പെയിൻറ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷനിൽ പോവുക, ഗ്രാഫിക്സ് എടുക്കുക, കളർ പെയിൻറ്റ് എന്ന് പറയുന്ന ഈ ജാലകം ഓപ്പൺ ആക്കുക. കളർ പെയിൻറ്റ് ജാലകം ഓപ്പണായി വന്നിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 5ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും ഒരല്പവും കൂടി ഇതിൻ്റെ ടൂളുകളുടെ ഉപയോഗം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ടൂൾ ഓപ്ഷന്. ടൂളിൻ്റെ ഭാഗം ഇവിടെയാണ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യുന്നതിന്. ഇത് കളർ പാലറ്റാണ്. ഈ 3 ഭാഗമാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. അതിന് ഈ ടൂളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇത് ലൈൻ ടൂളാണ്, ഇത് പെൻ ടൂളാണ്, ഇത് എറേസറാണ് മായ്ക്കുന്നതിന് വേണ്ടി, ഇത് ബ്രഷാണ്, ഇത് സ്പ്രേ ക്യാനാണ്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിനും എലിപ്സ് റൗണ്ട് വരയ്ക്കുന്നതിനും ഒക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോളിഗൺ ടൂൾ എന്ന് പറയുന്ന പുതിയൊരു ടൂൾ ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ആവശ്യാനുസരണം നമുക്ക് ടൂളുകൾ പരിചയപ്പെടാം. രചന ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ക്യാൻവാസ് ഒരുക്കേണ്ടതുണ്ട്. ക്യാൻവാസ് ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം റെക്റ്റാങ്കിളാണ്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ റെക്റ്റാങ്കിളാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. റെക്റ്റാങ്കിളിൽ വരക്കുന്നതിന് വേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇതിനുള്ളിലാണ് നമുക്ക് ഈ ചിത്രം വരയ്ക്കേണ്ടത്. ഇതൊരു ക്യാൻവാസാണ്. ഈ ക്യാൻവാസിനുള്ളിൽ നമുക്ക് ചിത്രം ഒതുക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് പുസ്തകത്തിൽ പറഞ്ഞത് ഈ ചിത്രം വരയ്ക്കാനാണ്. നമുക്ക് കഴിയുന്നതും ഈ ചിത്രം തന്നെ വരയ്ക്കാൻ ശ്രമിക്കാം. ഇതിലാദ്യമായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് മലകളും കുന്നുകളുമാണ്. 2 മലകളുണ്ട്. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കർവ് ടൂൾ എന്ന് പറയുന്ന ഈ ടൂളാണ്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലൈനിൻ്റെ സ്പേസ് വിഡ്ത്ത് കൂട്ടുന്നതിന് വേണ്ടി കുറക്കുന്നതിന് വേണ്ടിയുമുള്ള ഭാഗമാണിത്. നമുക്കൊരു ചെറിയ ഇത്ര വലുപ്പമുള്ള ഒരു ഭാഗം മതി. നമ്മളതിന് വേണ്ടി ഒരു കുന്ന് വരയ്ക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഒരു ലൈന് വരക്കുന്നു. ലൈന് വരച്ചതിന് ശേഷം നമ്മൾ ആ ലൈനിൽ പിടിച്ച് പതുക്കെ, സെൻറ്ററിൽ പിടിച്ച് പതുക്കെ ഒന്ന് മൗസിൻ്റെ ഇടത് ഭാഗം ക്ലിക്ക് ചെയ്ത് ഒന്ന് പൊക്കിക്കൊടുക്കുക. അപ്പോൾ ഇതൊരു മലയായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രണ്ടാമതും നമുക്ക് ഒരു മല വരയ്ക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഇതുപോലെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം വീണ്ടും മല നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിട്ടില്ല. ഉദ്ദേശിച്ച രീതിയിൽ ആകാൻ കഴിയുകയില്ല. അണ്ടു അടിക്കുക. നമ്മൾ ഒന്നുകൂടി ശ്രമിക്കുകയാണ്. പോളിഗൺ ടൂളെടുത്ത്, കർവ് ടൂളെടുത്ത് നമ്മൾ ഒരു മല വരച്ചു, ഒരു വര വരച്ചു. അതിൻ്റെ സെൻറ്ററിൽ പിടിച്ച് മല അങ്ങ് ഉയർത്തി. ശേഷം നമ്മൾ മൗസിൻ്റെ വലത് ബട്ടൺ അമർത്താതെ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗത്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ആ വര വീണ്ടും വലിഞ്ഞു വരും. അതിനു വേണ്ടി നമ്മൾ മൗസിൻ്റെ വലത് ഭാഗം ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കുക. രണ്ടാമതൊരു കർവ് ടൂൾ എടുത്ത് വീണ്ടും നമ്മളൊന്ന് ഒരു വര വരക്കുക. ഒരു വര വരക്കുക. ഇതിൻ്റെ മധ്യം പിടിച്ച് വീണ്ടും ആ മലയെ ഒന്ന് ഉയർത്തി വെക്കുക. ഈ 2 മല നമ്മൾ വരച്ചു. ഇനി അതിൻ്റെ മൗസ് വലത് ബട്ടൺ അമർത്തി അതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കുക. ഇനി നമുക്ക് ആവശ്യം ആ മലക്ക് മുകളിൽ ഒരു സൂര്യനാണ്. ആ സൂര്യനെ വരക്കുന്നതിന് വേണ്ടി നമ്മളിതാ ഈ റൗണ്ട് എലിപ്സ് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു റൗണ്ട് വരക്കാൻ ശ്രമിക്കുകയാണ്. ഒരു റൗണ്ട് വരച്ച് നമ്മൾ സൂര്യനെ വരച്ച് ഇവിടെ വെച്ചു. ഇനി നമുക്കാവശ്യം
ഒരു പുഴ ആണ് മുന്നിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പുഴക്ക് ഒരു അതിര് വരയ്ക്കേണ്ടതുണ്ട്. പുഴക്ക് നമ്മളൊരു അതിര് വരക്കുകയാണ്. പുഴക്ക് അതിര് വരക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്രഷ് ടൂളാണ് എടുക്കുന്നത്. ബ്രഷ് ടൂൾ എടുത്ത് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ വിഡ്ത്താണ് എടുക്കുന്നത്. നമ്മളിതാ ഒരു പുഴയുടെ അതിര് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. പുഴയുടെ അതിര് വരച്ചു. ഇനി നമുക്ക് ആവശ്യം ഒരു വീട് വരക്കുകയാണ്. വീട് വരക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പോളിഗൺ ടൂളാണ്. പോളിഗൺ ടൂൾ ഉപയോഗിച്ച് നമ്മളൊരു വീട് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതും വലത് ബട്ടൺ അമർത്തി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അണ്ടു കൊടുക്കുക. വലത് ബട്ടൺ അമർത്തി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. ഇനി അതിൻ്റെ മുൻഭാഗത്ത് വാതിൽ കൊടുക്കേണ്ടതുണ്ട്. അതിന് റെക്റ്റാങ്കിൾ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജനൽ കൊടുക്കുന്നതിനും റെക്റ്റാങ്കിൾ ടൂൾ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കാവശ്യം ഈ ചിത്രത്തിൽ വേലിയാണ്. ഈ വീടിന് ചുറ്റുമുള്ള വേലിയാണ്. വേലി വരക്കുന്നതിന് വേണ്ടി നമ്മൾ ലൈൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ലൈൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ നേരായ വര വരക്കുന്നു. എന്നിട്ട് ആ വരകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് അത്ര ഡിസൈൻ ചെയ്യാവുന്നതാണ് വേലി. ഇങ്ങനെ നമ്മൾ വേലിയും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി വേണ്ടത് നമുക്ക് പുഴയിൽ ഒരു തോണിയാണ്. പുഴയിൽ ഒരു തോണി വരക്കുന്നതിന് വേണ്ടി നമ്മൾ പെൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഒരു പെൻ ടൂൾ ഉപയോഗിച്ച് ഒരു തോണിയും നമ്മൾ വരച്ചു. ഇത്രയുമാണ് നമ്മുടെ ചിത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി നമുക്കിതിന് കളറ് ചേർക്കേണ്ടതുണ്ട്. കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഫ്ലഡ് ഫിൽ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് പുഴയ്ക്ക് നീല കളറാണെങ്കിൽ നീല കളർ നമ്മൾ എടുക്കുന്നു. നീല കളർ ഫില്ല് ചെയ്യുന്നു. ആ കളർ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കളർ മാറ്റാവുന്നതാണ്. ഇനി മലകൾക്ക് പച്ച കളറാണ് വേണ്ടത്. നമ്മൾ പച്ച ഫില്ല് ചെയ്യുന്നു. വീടിന് നമ്മൾ മഞ്ഞ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടിൻ്റെ ചുമരിന് നമ്മൾ നീല കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പച്ച കളർ തന്നെ നമ്മൾ പുല്ലിന് ഈ ഭാഗത്ത് കൊടുക്കുകയാണ്. ആകാശത്തിന് നമുക്ക് നീല നിറം നൽകേണ്ടതുണ്ട്. സൂര്യന് നമ്മൾ മഞ്ഞ നിറം നൽകേണ്ടതുണ്ട്. തോണിക്ക് നമ്മൾ ഒരു ചുവപ്പ് നിറമാണ് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പച്ച നിറമാണ് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മലകൾക്ക് നമ്മൾ കുറച്ച് പുല്ല്
പച്ച പുല്ല് വിതരണം എന്നുണ്ട്. അതിന് നമ്മൾ ഫെഡ്ഫിൽ എന്ന് പറയുന്ന സ്പ്രേ ക്യാൻ എന്ന് പറയുന്ന ഈ ഭാഗം എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു പ്രത്യേക നിറം ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള അത്ര സ്ഥലത്ത് നമുക്ക് ഇത് വിശാലമായിട്ട് കൊടുത്താൽ ഇതിൻ്റെ കളറ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ കുറച്ചുകൂടി വ്യക്തവും ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ചിത്രരചനയ്ക്ക് പറ്റിയ ഒരു സോഫ്റ്റ്വെയറാണ് കളർ പെയിൻറ്റ്. പാഠഭാഗങ്ങൾ ചിത്രം വരച്ച് മനസ്സിലാക്കുന്നതിന് ഉപകരിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുന്നതിന് വേണ്ടി സേവ് ബട്ടണിൽ അമർത്താം, അല്ലെങ്കിൽ ഫയലിൽ പോയി സേവ് കൊടുക്കാം. സേവ് ഒരു പേര് കൊടുക്കുക. ഞാൻ CC എന്നുള്ള പേരിലാണ് സേവ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് തിരിച്ചു വരാൻ ഈ ഐക്കൺ അമർത്തുക, ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമുക്ക് സേവ് ചെയ്താൽ ആ ചിത്രം ഡെസ്ക്ടോപ്പിൽ സേവ് ആയതായി കാണാം. നമുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി ഇതാ നമ്മൾ CCPNG എന്ന് പറയുന്ന ഫോർമാറ്റിൽ ഈ ചിത്രം സേവ് ആയിരിക്കുന്നു. വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഫയലിൽ പോവുക, ക്ലോസ് ബട്ടൺ അല്ലെങ്കിൽ ക്വിറ്റ് അമർത്തുക, ക്ലിക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അറിവ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമാൻഡുകൾ താഴെ കമാൻഡ് ബോക്സിൽ കൊടുക്കുക. കൂടുതൽ അറിവുമായി വീണ്ടും നമുക്ക് കാണാം. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.